കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഏറ്റവും കൂടുതൽ അട്ടിമറി നടക്കുന്ന സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് തലസ്ഥാനമായ തിരുവനന്തപുരം എന്ന് പറയും. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് തരം മാറ്റങ്ങളാണ്, അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFന്റെ ഒരു തരംഗമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. UDFനും BJPക്കും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും തന്നെ തിരുവനന്തപുരത്ത് ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. LDFന്റെ ഒരു തേരോട്ടമായിരുന്നു. പക്ഷേ 2026 വരുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങൾ, എന്ത് തരം അട്ടിമറിയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? കണക്കുകൾ നോക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് അട്ടിമറി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് LDFന് നിലവിലത്തെ സാഹചര്യത്തിൽ കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 7 സീറ്റുകളാണ് LDF നേടാൻ സാധ്യത എന്നാണ് സർവേ റിസൾട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതേസമയം BJPക്ക് 4 സീറ്റുകളിലോളം വിജയസാധ്യത നിലനിൽക്കുന്നു എന്നും UDFന് 3 സീറ്റുകളിലാണ് വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ? സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ? അക്കൗണ്ട് തുറക്കാനായിട്ട് BJPക്ക് തിരുവനന്തപുരത്ത് സാധിക്കുമോ? ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടാനായിട്ട് തിരുവനന്തപുരത്ത് BJPക്ക് സാധിക്കുമോ? LDFന് 2021 ആ ഒരു തരംഗം നിലനിർത്താനായിട്ട് 2026 സാധ്യമാകില്ലേ? UDFന് നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും നേടാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.